കലിക ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചിതറയിൽ വനിതാ എസ് ഐയെ ഉൾപ്പെടെ ആക്രമിച്ച മൂവർ സംഘം പോലീസ് പിടിയിൽ. കഴിഞ്ഞ ദിവസം അമ്മയമ്പലം പച്ച ഉത്സവത്തോടനുബന്ധിച്ച് വേങ്കൊല്ല എത്തിയ എസ് ഐയുടെ വാഹനത്തിന് മുന്നിൽ നൃത്തം വെച്ച് മാർഗതടസ്സം സൃഷ്ടിക്കുകയും വനിതാ എസ് ഐയെ ഉപദ്രവിക്കുകയും ചെയ്യുകയായിരുന്നു. സജിമോൻ, വിനീത്, രാജീവ് എന്നിവരാണ് പോലീസ് പിടിയിലായത്. കൊല്ലം ചിതറയിൽ വനിതാ എസ് ഐയെ ഉൾപ്പെടെ പോലീസുകാരെ ആക്രമിച്ച 3 പേർ പോലീസ് പിടിയിൽ. കഴിഞ്ഞ ദിവസം അരിപ്പ അമ്മയമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വേങ്കൊല്ല എത്തിയ എസ് ഐയുടെ വാഹനത്തിന് മുന്നിൽ സംഘം നൃത്തം ചെയ്ത് മാർഗതടസ്സം സൃഷ്ടിച്ചു. മുന്നോട്ടു പോകാൻ കഴിയാതെ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ വനിതാ എസ് ഐയെ തടഞ്ഞുവെച്ച് ചുറ്റും കൂടി നൃത്തം ചെയ്തു. വനിതാ എസ് ഐയെ ഉപദ്രവിക്കുകയും ജീപ്പിന്റെ സൈഡ് മിറർ അടിച്ചു തകർക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. സജിമോൻ, വിനീത്, രാജീവ് എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉള്ളതായി പോലീസ് പറഞ്ഞു. എന്നാൽ സംഭവത്തിൽ അറസ്റ്റിലായവരുടെ ബന്ധുക്കൾ പറയുന്നത് ഇങ്ങനെയാണ്. വേങ്കല്ല ജംഗ്ഷനിൽ നടന്ന ഉത്സവ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. വളവെച്ച പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും ടീമും ഇവിടെ ഘോഷയാത്ര പരിപാടികൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് നല്ല തിരക്കും തിരക്കുമായിരുന്നു. അപ്പോൾ പയ്യന്മാർ സെറ്റ് സൈഡിൽ നിന്ന് ഡാൻസ് കളിക്കുകയും മൊബൈലിൽ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഞാൻ ഉൾപ്പെടെ കുറേ പേര് കൂടെ ഉണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളവെച്ചാലെ എസ് ഐയും പോലീസുകാരും ടീമും വന്ന് നേരെ കൊടുന്ന് റോഡിൻ്റെ സൈഡിൽ എത്തി പയ്യന്മാരെ അടുത്ത് തന്നെ നിർത്തിയിട്ട് വീഡിയോ എടുത്ത പയ്യൻ്റെ മൊബൈലിൽ കയറി പിടിക്കുന്നു ഡ്രൈവർ പോലീസ്. ആ പിടിച്ച സമയത്ത് മൊബൈൽ എന്തിനു മേടിച്ചു എന്ന് പറഞ്ഞാൽ ആ പയ്യൻ ഇപ്പോൾ പുള്ളിക്കാരൻ്റെ പിടി കിട്ടിയിട്ടില്ല, മടത്തറയാങ്കൻ്റെ ഉള്ളതാണ്. ആ പയ്യൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിച്ചത് കൊണ്ടാണ് അവർ തമ്മിൽ പിടിയും വലിയായി. അപ്പോൾ കൂട്ടത്തോടെ പയ്യന്മാർ സെറ്റല്ല റോഡിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ മൊബൈലിന് വേണ്ടിയിട്ട്. അങ്ങനെ സൈഡിൽ പോയി എസ് ഐ ഇറങ്ങുന്ന സമയത്ത് ഈ കെട്ടുകാഴ്ച വാളണ്ടിയേഴ്സും അവർ ഒരു 200-ൽ കൂടുതൽ പേർ ഇങ്ങനെ റൗണ്ടായിട്ട് വളഞ്ഞ് പയ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും ആണ് നടന്നത്. അല്ലാതെ ഇവർ അടിക്കുകയോ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയോ അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷേ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ 10-200 പേര് ഞെരിഞ്ഞ് തിക്കിലും തിരക്കിലും ഇടപെട്ടാണ് ഈ വണ്ടിയുടെ ഗ്ലാസ്സുകൾ പോയിട്ടുള്ളത്. ഇതാണ് സംഭവം. അങ്ങനെ പെട്ടെന്ന് തന്നെ എസ് ഐയും പാറ്റും തൊട്ട് മേലോട്ട് പോയി, അമ്മയമ്പലത്തോട്ട് പോയി. അവിടുന്ന് കുളത്തൂപ്പുഴ പോലീസുകാരുമായിട്ട് വന്നു. അപ്പോൾ ഇവിടെ അതിൽ ബന്ധപ്പെട്ട 2 പയ്യന്മാരോട് ഉണ്ടായിരുന്നു. ഒരു പയ്യനെ ബലം പ്രയോഗിച്ച് വണ്ടിയിൽ കയറ്റി, ഒരാളിനെ വണ്ടിയിൽ കയറാൻ പറഞ്ഞപ്പോഴേ കയറ്റി കൊണ്ടുപോയി. ഒരാളിനെ പിന്നെ ഇന്നലെ രാത്രി 2 മണിക്ക് വീട്ടിൽ ചെന്ന് വിളിച്ചുകൊണ്ട് പോയി. ഇതാണ് നടന്ന സംഭവം. ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. ഇതാണ് നടന്ന സംഭവം. ഇത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാനും ഈ കൂട്ടത്തിലെ ആളുകൾ പിടിച്ചു മാറ്റിയും പയ്യന്മാരൊക്കെ മാറ്റി തള്ളിക്കൊണ്ട് കളഞ്ഞ്. ഇതാണ് നടന്ന സംഭവം. വേങ്കൊല്ല ജംഗ്ഷനിൽ മടത്തറ മേലേമുക്കിൽ നിന്നും ഘോഷയാത്ര വരവെ പ്രദേശവാസികൾ മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തുകയായിരുന്നു. തുടർന്ന് ചിതറ പോലീസ് ജീപ്പ് ആൾക്കാരുടെ ഇടയിൽ കൊണ്ടു നിർത്തി വീഡിയോ എടുത്തു നിന്നവർ പോലീസ് ജീപ്പിന്റെ ദൃശ്യം പകർത്താൻ ശ്രമിച്ചു. തുടർന്ന് വാഹനം ഓടിച്ച ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല, മൊബൈലിൽ അത് പകർത്തുകയായിരുന്നു എന്ന് കരുതി പോലീസ് ജീപ്പിന്റെ ഡ്രൈവർ ജീപ്പിലിരുന്ന് ഫോൺ പിടിച്ചു വാങ്ങി. തുടർന്ന് ഫോണിനായി പിടിവലി നടക്കുകയും ചെയ്തു. തുടർന്ന് പ്രദേശത്ത് ജനം തടിച്ചുകൂടി. ജീപ്പിൽ നിന്നും വനിതാ എസ് ഐ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി. തുടർന്ന് തിക്കിലും തിരക്കിലും പെടുകയായിരുന്നു. വരാൻ പറയും. പേടിക്കൊന്നും വേണ്ട, ഇയാൾ പേടിക്കൊന്നും വേണ്ടെന്ന് പറയും. രാവിലെ 10 മണിയാകുമ്പോൾ സ്റ്റേഷനിൽ ചെല്ലാൻ പറയുന്നത്. എന്ത് കാരണമെന്ന് പറഞ്ഞു? ഇത് എപ്പോഴും ചേട്ടൻ പറയണത് ഇങ്ങനെയാണ്, ഞാൻ ഒന്നിനും ഇല്ല, ഞാൻ പിടിച്ചു മാറ്റാനേ ഉള്ളു എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും സാറ് പറയണത് പിടിച്ചു മാറ്റാൻ ഉണ്ടായിരുന്നല്ലോ ഇയാൾ കയറുന്നു പറഞ്ഞു. ബാക്കിയുള്ളവരുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു. തുടർന്ന് ജീപ്പിൽ കയറി മുന്നോട്ട് പോയ എസ് ഐയെ അമ്മയമ്പലത്തിൽ നിന്നും കൂടുതൽ പോലീസുമായി എത്തി സംഭവ സ്ഥലത്തുണ്ടായിരുന്ന സജിമോനെയും വിനീതിനെയും കസ്റ്റഡിയിലെടുത്തു. രാത്രി 2 മണിയോടെ വീട്ടിലുണ്ടായിരുന്ന വിനോദിനെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. ഫോണിന് പിടിവലിയായ ഉണ്ണി ഒളിവിലാണ്. സംഭവത്തിൽ അറിയാവുന്ന 8 പേരെയും കണ്ടാലറിയാവുന്ന 50 പേരുടെയും പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റിലായ പ്രതികളുടെ പേരിൽ നിരവധി വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, പൊതുമുതൽ നശിപ്പിച്ചു, പോലീസിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു തുടങ്ങി ജാമ്യം ഇല്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
ഫോൺ